മക്കളെ നമസ്കാരം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ആരുടെയാണ് ലിമിറ്റ്, എവിടത്തെയാണ് ലിമിറ്റ്, ആരാണ് ലിമിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ശരിക്കും ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റാണ് കണ്ടെത്താൻ പോകുന്നത്. ആ കണ്ടെത്താൻ പോകുന്നത് ഡൊമൈനിലെ ഒരു പോയിൻറ്റിലെ ലിമിറ്റാണ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത അത് ഡൊമൈൻ്റെ ലിമിറ്റ് പോയിൻ്റ് കൂടിയായിരിക്കും. ഇപ്പോൾ ലിമിറ്റ് പോയിൻ്റ് അല്ലാത്ത കേസിൽ ലിമിറ്റ് ഉണ്ടാവും, പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടുന്നതാണ്. ഐസൊലേറ്റഡ് പോയിൻറ്റ്സിൻ്റെ ലിമിറ്റ് ഡയറക്റ്റ് കണ്ടെത്താൻ പറ്റുന്നതാണ്, ഈസിയാണ്. അപ്പോൾ ലിമിറ്റ് പോയിൻറ്റിൻ്റെ ലിമിറ്റ് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡെഫിനിഷൻ്റെ ആവശ്യകത. കാരണം ഐസൊലേറ്റഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെയ്ബർഹുഡിൽ ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിൽ മറ്റ് സെറ്റിലെ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ലിമിറ്റ് പോയിൻ്റിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആദ്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഗിവൺ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ, ഇവിടെ എക്സും വൈയും മസ്റ്റായിട്ട് മെട്രിക് സ്പേസസ് ആണ്. ഓക്കെ, ഇനി ഈ സബ്സെറ്റ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇവിടെ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇ ആയിട്ട് എടുത്തത്, അത് എക്സിൻ്റെ സബ്സെറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ് റിയൽ ലൈനായിട്ടും ഈ ഓപ്പൺ ആൻഡ് ഓൾ 0 ആണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. പി ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എഫ് എന്ന ഫംഗ്ഷന് പി എന്ന പോയിൻറ്റിൽ എൽ എന്ന ലിമിറ്റ് എപ്പോഴാണ് ഉണ്ടാവുക. എൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈയിലെ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഈസ് സെഡ് ടു ഹാവ് എ ലിമിറ്റ് എൽ ഇൻ വൈ അറ്റ് ദ പോയിൻറ്റ് പി ഇൻ എക്സ്. പി ഇൻ എക്സ് പറഞ്ഞാൽ ഇവിടെ പി ഇൻ ഇയും ആവാം അല്ലെങ്കിൽ എക്സും ആവാം, കാരണം ലിമിറ്റ് പോയിൻറ്റ് ഇയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഇൻട്രോൾ 0 0 എന്ന് പറയുന്നത് 1 മെമ്പർ അല്ലെങ്കിലും 0യും 1ഉം ഇയുടെ ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് കൂടി ഓർക്കുക. ഓക്കെ, ആ ഡെഫിനേഷനാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഈസ് സെഡ് ടു ഹാവ് എ ലിമിറ്റ് എൽ ഇൻ വൈ അറ്റ് ദ പോയിൻറ്റ് പി if for every epsilon greater than 0 there exists a delta greater than 0 such that dy of distance between f of x and l is less than epsilon whenever distance between x and p less than delta. അതിനർത്ഥം ഡൊമൈനിൽ എക്സ് എന്ന വേരിയബിൾ പി എന്ന പോയിൻറ്റിലേക്ക് പോകുമ്പോൾ കോഡൊമൈനിലുള്ള വേരിയബിൾ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലെസ് ദാൻ എപ്സിലോൺ എന്നൊക്കെ പറഞ്ഞ അർത്ഥം അപ്രോച്ച് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു പറയുന്നതാണ് ഉദ്ദേശിക്കുന്നതിനാണ് ലെസ് ദാൻ എപ്സിലോൺ. ഡി എക്സ് ഓഫ് എക്സ് പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് പിയിലേക്ക് അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൊമൈൻ വേരിയബിൾ പിയിലേക്ക് പോകുമ്പോൾ കോഡൊമൈൻ വേരിയബിൾ എല്ലിലേക്ക് പോവുകയാണെങ്കിൽ ഈ എല്ലിനെ നമ്മൾ എഫ് എന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് വിളിക്കും. ഏത് പോയിൻറ്റിൽ? പി എന്ന പോയിൻറ്റിൽ. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് എൽ ഈസ് സെഡ് ടു ബി ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് ദ പോയിൻറ്റ് പി എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ഇനി റിയൽ വാല്യൂഡ് കേസിലായിരിക്കുമ്പോൾ നമ്മൾ ഈ അപ്രോച്ച് സത്യത്തിൽ രണ്ട് രീതിയിൽ വരും. അതായത് ഡൊമൈൻ വേരിയബിൾ എക്സ് പിയിലേക്ക് പോകാൻ റിയൽ ലൈനിൽ രണ്ട് സാധ്യതകൾ, ഒന്ന് റൈറ്റ് വഴിയും ലെഫ്റ്റ് വഴിയും അപ്രോച്ച് ചെയ്യാം. അതുകൊണ്ടാണ് അവിടെ റൈറ്റ് ഹാൻഡഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡഡ് ലിമിറ്റും എന്ന കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 1 സൈഡഡ് ലിമിറ്റ്സ് ആണ്. ഇപ്പോൾ എഫ് ഫ്രം ഓപ്പൺ ഇൻട്രോൾ എ ബി ഇൻറ്റു ആർ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. പി ഈസ് എ പോയിൻ്റ് ഇൻ ഓപ്പൺ ഇൻട്രോൾ എ ബി. ഇനി ഈ പി എന്ന പോയിൻറ്റിൽ എഫ് എന്ന ഫംഗ്ഷന് ഒരു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൽ എന്നാണ് ആ ലിമിറ്റിൻ്റെ പേരെങ്കിൽ, ഉണ്ടെന്ന് പറയണമെങ്കിൽ ഈ എക്സ് എന്ന ഡൊമൈൻ വേരിയബിൾ പിയിലേക്ക് റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ് മീൻസ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യൂഷ്വൽ മെട്രിക് ആണ്, അതായത് മോഡ്ലെസ് ആണ്. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ, അതായത് എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് പോകും എപ്പോൾ? വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രവൽ പി പി പ്ലസ് ഡെൽറ്റ. അതിനർത്ഥം എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ കുറവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ അത് അപ്രോച്ച് ചെയ്യുന്ന റൈറ്റ് സൈഡ് ആണെന്ന് കാണിക്കാനാണ് ഓപ്പൺ ഇൻട്രവൽ പി പി പ്ലസ് ഡെൽറ്റ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പിക്കും പി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയിലാണ് എക്സ് പിയിലേക്ക് വരുന്ന റൈറ്റ് സൈഡ് വഴിയാണ് പിയിലേക്ക് വരിക. ഓക്കെ, ഇൻ ദിസ് കേസ് വി ക്യാൻ ഡിനോട്ട് ദി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് പി ഈസ് ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് പി പ്ലസ്, അത് റൈറ്റ് വഴി വരുന്നത് കാണിക്കാൻ, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പി പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. പിയുടെ റൈറ്റുള്ള ഏതൊരു വാല്യൂവും പി പ്ലസ് സംതിങ് ആയിരിക്കും, അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് എഫ് ഓഫ് പി പ്ലസ് എച്ച് എന്ന് കൊടുക്കും, ഈക്വൽ ടു എൽ. അപ്പോൾ ഈ ഒരു നൊട്ടേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കണം. ഇനി ഇതേ കാര്യം ലെഫ്റ്റിൽ വഴി എന്ന് പറയാൻ വളരെ ഈസിയാണ്. ആ മുകളിലെ ഡെഫിനിഷനിൽ എക്സ് എലമെൻറ്റ് ഓഫ് പി പി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നതിന് പകരം എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രവൽ പി മൈനസ് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഡെഫിനേഷനിൽ ചെറിയൊരു ചേഞ്ച് കൊടുക്കുമ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന കൺസെപ്റ്റ് ആവും. അതിൻ്റെ നൊട്ടേഷൻ എഫ് ഓഫ് പി മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പി മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. പിയേക്കാൾ കുറഞ്ഞ വാല്യൂവിന് നമ്മൾ പി മൈനസ് എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുക.
എഫ് ഓഫ് പി മൈനസ് എച്ച് എന്ന് കൊടുക്കും ഈക്വൽ ടു L2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നോട്ടേഷൻസും പഠിച്ചു വയ്ക്കുക. ഇനി ഒരു ഫംഗ്ഷനിൽ ലിമിറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറയുന്ന പോലെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അപ്രോച്ച് ചെയ്യുന്ന ലെഫ്റ്റ് വഴിയും റൈറ്റ് വഴിയും രണ്ടും സാധ്യതയുണ്ടെന്നാണ്. അതിനർത്ഥം എക്സും പിയും തമ്മിലുള്ള ദൂരം ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ പി മൈനസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് പറയുന്നതിനെയാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എഫ് ഈസ് സെഡ് ടു ഹാവ് എ ലിമിറ്റ് എൽ അറ്റ് ദ പോയിൻറ്റ് പി ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും എപ്പോൾ മോഡ് എക്സ് മൈനസ് പി ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇൻ ദിസ് കേസ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബോത്ത് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ദ കോയിൻസൈഡ്. ഇവിടെ അത് എഴുതിയിട്ടില്ല, നോട്ട് എന്നുള്ളതിനകത്ത് ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യും വേണം, കോയിൻസൈഡും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും കൺസെപ്റ്റ്, അതുപോലെ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ റിയൽ കേസിലാകുമ്പോൾ നമ്മൾ മോഡുലസ് എന്ന ഡിസ്റ്റൻസ് ഫോം ഉപയോഗിക്കുമ്പോൾ ജനറൽ കേസിൽ ഡിസ്റ്റൻസ് നൊട്ടേഷനാണ് കൊടുക്കുക. ഓക്കെ, അതിലുള്ള വ്യത്യാസം. ഇനി തിയറം 4.2 എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ക്രൈറ്റീരിയം ഫോർ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. അതായത് രണ്ട് മെട്രിക് സ്പേസുകൾ വന്നിരിക്കുന്നു, എക്സും വൈയും, എഫ് ഫ്രം ഇ ടു വൈ. ഇപ്പോൾ ഇ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എക്സ് ആണെന്ന് ഓർക്കുക. പി ഈസ് എ ലിമിറ്റ് പോയിൻറ്റ് ഓർ പി ഈസ് എ മെമ്പർ ഓഫ് ഇ. ദെൻ എഫ് ഈസ് സെഡ് ടു ഹാവ് എ ലിമിറ്റ് അറ്റ് പി. നമുക്ക് അറിയപ്പെടാൻ ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിൻ്റെ കൺസെപ്റ്റിനെ ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുക, ഇഫ് ആൻഡ് ഓൺലി തിയർ ആയിട്ട് കൊടുക്കുന്നതാണ് ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ. അതിനർത്ഥമാക്കുന്നത് ഡൊമെയിനിലുള്ള പി എൻ എന്ന സീക്വൻസ് പിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോഡൊമൈൻ സീക്വൻസ് എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂ ആണെങ്കിൽ, അതായത് എഫ് പി എൻ ടെൻസ് ടു പി ഇൻ ഡൊമെയിൻ ഇംപ്ലൈസ് എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂ ഇൻ ദ കോഡൊമൈൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എഫ് എന്ന ഫംഗ്ഷന് പി എന്ന പോയിൻറ്റിൽ ക്യൂ എന്ന ലിമിറ്റ് ഉണ്ട്. ഇവിടെ മുകളിൽ എൽ എന്ന് കൊടുത്തത് ഇവിടെ ക്യൂ കൊടുത്തുള്ള വ്യത്യാസമായിരുന്നു. അപ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും പഠിച്ചു വയ്ക്കണം. എക്സ് ആൻഡ് വൈ ആർ ടു മെട്രിക് സ്പേസസ്, ഇ സബ്സെറ്റ് ഓഫ് എക്സ് ആൻഡ് എഫ് ഫ്രം ഇ ടു ബൈ ബി എ ഫംഗ്ഷൻ ആൻഡ് പി എലമെൻറ്റ് ഓഫ് ഇ. ലിമിറ്റ് പോയിൻറ്റ് ഓഫ് ഇ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ദെൻ ദ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ exist if and only if for every sequence Pn in E which tends to P, then the corresponding codomain sequence f of Pn tends or range sequence f of Pn tends to Q. Then ഇതാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നു, ഈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യണം. സപ്പോസ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ എക്സിസ്റ്റ്, ഇക്വേഷൻ നമ്പർ 1. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡൊമൈനിലെ ഒരു സീക്വൻസ് പി എൻ ടെൻസ് ടു പി ആവുമ്പോൾ കോഡൊമൈൻ സീക്വൻസ് എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, വി അസ്യൂം ദാറ്റ് പി എൻ ബി എ സീക്വൻസ് ഇൻ ഇ വിച്ച് ടെൻസ് അവർ പോയിൻറ്റ് പി. Okay, we put it as equation number 2. We need to prove the corresponding range sequence or codomain sequence f of Pn tends to Q. That's what we have to prove here. For that purpose, we are using the definition of the limit. ഇപ്പോൾ അസ്യൂം ചെയ്തിട്ടുള്ള ലിമിറ്റ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ഇക്വേഷൻ 1. ഇപ്പോൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നത് at epsilon greater than 0. Then by the definition of the limit of a sequence, limit of a function, there exists a delta greater than 0 such that distance between f of x and q less than epsilon whenever distance between x and p less than delta. ഓക്കെ, ഇനി ഇക്വേഷൻ 2 എന്ന് പറയുന്നത് പി എൻ ടെൻസ് ടു പി. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട് ഒരു സീക്വൻസ് എക്സ് എൻ ടെൻസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ കെ ഓഫ് എപ്സിലോൺ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുള്ള ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ മോഡുലസ് എന്ന കൺസെപ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പക്ഷേ നമുക്ക് ഡിസ്റ്റൻസിന് നമ്മൾ മോഡുലസിന് പകരം മെട്രിക് നൊട്ടേഷനാണ് കൊടുക്കുന്നത്, അത്രയേ ഉള്ളൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2ൽ പി എൻ ടെൻസ് ടു പി എന്ന് പറഞ്ഞ ഡെഫിനേഷൻ ഏത് പോസിറ്റീവ് ക്വാണ്ടിറ്റിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്സിലോണിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡെൽറ്റയ്ക്കും അപ്ലൈ ചെയ്യാം. ഇവിടെ ഡെൽറ്റ എടുക്കാൻ കാരണം ഇവിടെ നമ്മുടെ ഡൊമൈനിലെ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാൻ ഡെൽറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡെഫിനേഷനിൽ. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ അപ്ലൈ ദി ഡെഫിനേഷൻ ഓഫ് ദി ലിമിറ്റ് ഓഫ് എ സീക്വൻസിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. ഡിഗ്രിക്ക് പഠിച്ചതിൽ മോഡുലസ് മാറ്റി ഇവിടെ ഡിസ്റ്റൻസ് നൊട്ടേഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. സോ കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ നാച്ചുറൽ നമ്പർ കെക്ക് പകരം ഇവിടെ എൻ ഓഫ് ഡെൽറ്റ സച്ച് ദാറ്റ് മോഡ് പി എൻ മൈനസ് പി എഴുതുന്നതിന് പകരം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് പി, അത് ഡി എക്സ് ഓഫ് പി എൻ പി എന്ന് എഴുതുന്നു. കാരണം ഡി എക്സ് എന്ന് എഴുതാൻ കാരണം ഡൊമൈനിലെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ലെസ് ദാൻ ഡെൽറ്റ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ ആണ് അവിടെ സാധാരണ പഠിക്കാറ്. ഇവിടെ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് ഡെൽറ്റ. ദിസ് ഇംപ്ലൈസ്, അപ്പോൾ നമുക്കിവിടെ പി എന്നും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ കുറവാണെങ്കിൽ
നമ്മളുടെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടണം? കറസ്പോണ്ടിങ് എഫ് ഓഫ് പി എന്നും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും. ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് ഡെൽറ്റ. ജസ്റ്റ് ലിമിറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, അതിനർത്ഥം എന്താ? ഇപ്പോൾ ഡി വൈ ഓഫ് എഫ് ഓഫ് പി എൻ വിത്ത് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂയിലേക്ക് പോകും അർത്ഥം. ദോ നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് കിട്ടിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് പി എൻ പിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂ എന്ന് പറയുന്നു. അസ്യൂം ദാറ്റ് എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂ ഫോർ എവരി സീക്വൻസ് പി എൻ ഇൻ ഇ വിച്ച് ടെൻസ് ടു പി. So we need to prove the existence of the limit of the function f at the point p as q. f എന്ന ഫംഗ്ഷൻ്റെ പി എന്ന പോയിൻറ്റിലെ ലിമിറ്റ് ക്യൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇല്ല എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ. കോൺട്രറി നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കോൺട്രഡിക്ഷൻ കിട്ടണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. ലിമിറ്റ് ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ്? എക്സും പിയും തമ്മിലുള്ള ദൂരം ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എഫ് ഓഫ് എക്സും ക്യൂവും തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. ഇനി ലിമിറ്റ് അത് എല്ലാ എപ്സിലോണിനും കിട്ടണം എന്നർത്ഥം. അപ്പം ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏതോ ഒരു എപ്സിലോണിന് അത് കിട്ടില്ല. അങ്ങനെ കിട്ടാത്തൊരു എപ്സിലോണിന് ഞാൻ എപ്സിലോൺ നോട്ട് എന്ന് കൊടുത്തു. സോ ദർ എക്സിസ്റ്റ് ആൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫോർ എവരി ഡെൽറ്റ എക്സ് പിയിലേക്ക് പോയാലും എഫ് ഓഫ് എക്സ് ക്യൂയിലേക്ക് പോവില്ല എന്ന് പറയുന്നത്. അതിനർത്ഥം ഡി എക്സ് ഓഫ് എക്സ് പി ലെസ് ദാൻ ഡെൽറ്റ ബട്ട് ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. അപ്പോൾ നമ്മൾ മോഡുലസ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. ഇവിടെ നമ്മൾ ഡി വൈ എന്ന് ഉപയോഗിക്കും. കാരണം എഫ് ഓഫ് എക്സും ക്യൂ ഒക്കെ ഉള്ളത് വൈയിലെ കോഡൊമൈനിലാണ്. ഓക്കെ, ഇനി നമ്മൾ അസംഷൻ പ്രകാരം പി എൻ പിയിലേക്ക് പോയാൽ നമുക്കറിയാം എഫ് ഓഫ് പി എൻ ടെൻസ് ടു ക്യൂ ആണ് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പി എൻ ടെൻസ് ടു പി ആണെങ്കിൽ ഏത് ഡെൽറ്റയ്ക്ക് അത് വർക്ക് ചെയ്യും? സോ കറസ്പോണ്ടിങ് ടു അവർ ഡെൽറ്റ ഇൻ 3 എന്ന ഇക്വേഷനിലെ ഡെൽറ്റ പ്രകാരം വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ നാച്ചുറൽ നമ്പർ എൻ ഓഫ് ഡെൽറ്റ സച്ച് ദാറ്റ് ഡി എക്സ് ഓഫ് പി എൻ വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഓഫ് ഡെൽറ്റ. ഇക്വേഷൻ 3ൽ എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ കുറവാണെങ്കിൽ ഡി വൈ പ്രകാരം എഫ് ഓഫ് പിയും ക്യൂവും തമ്മിലുള്ള ദൂരം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എപ്സിലോൺ നോട്ടെന്ന് വരേണ്ടത്. പക്ഷേ ഇവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. പി എൻ പിയിലേക്ക് പോകുമ്പോൾ, അതായത് ഡി എക്സ് ഓഫ് പി എൻ വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ നോട്ട് ആണെങ്കിൽ എൻ ഓഫ് ഡെൽറ്റ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് പി എനും ക്യൂവും തമ്മിലുള്ള ദൂരം എപ്സിലോൺ നോട്ടിനേക്കാൾ കുറയണമെന്നാണ് നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയയിൽ കിട്ടുക. അപ്പോൾ ഡി വൈ ഓഫ് എഫ് ഓഫ് പി എൻ വിത്ത് ക്യൂ ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഓഫ് ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, ലെസ് ദാൻ എപ്സിലോൺ നോട്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ 4 കൊടുത്തു. പക്ഷേ ഇക്വേഷൻ 4 ആരെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു? 3യെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾക്ക് അസംഷൻ റോങ് ആണ്. അപ്പോൾ റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊറോളറി കൊടുത്തിട്ടുള്ളത് ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ഒരു ലിമിറ്റ് ഉണ്ടാവുള്ളൂ. സാധാരണ യൂണിക്ക്നെസ് ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എഫ് എന്നൊരു ഫംഗ്ഷൻ ഡൊമൈൻ എ ഇന്ന് റിയൽ വാല്യൂയിലേക്ക് പോകുന്നു വിചാരിക്കുക. അപ്പോൾ റിയൽ കേസാണ് സാർ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഏത് കേസിലും അത് പറ്റുമായിരുന്നു. എഫ് ഫ്രം എ ടു ആ ഇപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. പി എന്ന പോയിന്റിൽ അതിൻ്റെ ലിമിറ്റ് 2 ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അസ്യൂം L1 എന്ന ലിമിറ്റും ഉണ്ട്, L2 എന്ന ലിമിറ്റും ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബോത്ത് ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ഡെഫിനിഷൻ ഓഫ് ദി ലിമിറ്റ് L1ൻ്റെ പ്രകാരം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ 1 ഡെൽറ്റ 2 പോയിൻ്റ് എടുക്കുകയാണ്. കാരണം 2 ലിമിറ്റിനും 2 കാര്യങ്ങളാണ് കിട്ടുക. അതായത് L1ന് വേണ്ടി ഡെൽറ്റ 1ഉം L2ന് വേണ്ടി ഡെൽറ്റ 2. അപ്പോൾ എന്ത് കിട്ടുന്നു? മോഡ് എക്സ് മൈനസ് പി ലെസ് ദാൻ ഡെൽറ്റ 1 ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് L1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതേ കാര്യം ആർക്കും വർക്ക് ചെയ്യുന്നു, ഡെൽറ്റ 2ൻ്റെ കേസിലും വർക്ക് ചെയ്യുന്നു. അത് L2ന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 2 ഇക്വേഷൻസ് കിട്ടുന്നു. ഈ അതായത് ഫസ്റ്റ് വൺ വർക്ക് ചെയ്യുന്നത് എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റ 1നേക്കാൾ കുറയുമ്പോൾ സെക്കൻഡ് വൺ വർക്ക് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഡെൽറ്റ 2നേക്കാൾ കുറയും. ഇത് രണ്ടിൻ്റെ മിനിമത്തിൽ രണ്ടും വർക്ക് ചെയ്യും. അതിനർത്ഥം ഡെൽറ്റ ഈസ് ദ മിനിമം ഓഫ് ബോത്ത് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. ദെൻ ദ എബവ് 2 equations or inequalities satisfies for this delta. That means mod f of x minus L1 less than epsilon by 2 എന്ന് കിട്ടുന്നു. and mod f of x minus L2 less than epsilon by 2 satisfies for ആരാ? ഡെൽറ്റ. അതായത് എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയൊക്കെ കുറയുമ്പോൾ both of the equation is true. അങ്ങനെയാണെങ്കിൽ മോഡ് L1 മൈനസ് L2 എന്ന് കൺസിഡർ ചെയ്യുന്നു. ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് എഫ് ഓഫ് എക്സ് കൊടുക്കും. ദെൻ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് L1 മൈനസ് L2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് L1 മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ്
മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് L2 എന്ന് കിട്ടുന്നു. പക്ഷേ ബോത്ത് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടുന്നു. എപ്സിലോൺ ബൈ 2 എപ്സിലോൺ 2 ആഡ് ചെയ്യുന്ന എപ്സിലോൺ എന്ന് കിട്ടും. ദെർഫോർ വി ഗെറ്റ് എന്ത് കിട്ടുന്നു, മോഡ് L1 മൈനസ് L2 ലെസ് ദാൻ എപ്സിലോൺ. പക്ഷേ എപ്സിലോൺ ആർബിട്രറി അല്ലേ, അപ്പോൾ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാൾ കുറവാണ്. എപ്സിലോൺ ഈസ് ആർബിട്രറി ആണെങ്കിൽ എപ്സിലോൺ എത്ര വേണമെങ്കിൽ ചെറുതാക്കാം. ദാറ്റ് മീൻസ് L1 മൈനസ് L2 തന്നെ എന്തായി പോകും, 0 ആയി പോകും അല്ലേ. L1 മൈനസ് L2 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് L1 ഈക്വൽ ടു L2. അപ്പോൾ യൂണീക്ക്നെസ് നമുക്ക് കിട്ടും. ഇനി ഇത് മോഡുലസ് പറഞ്ഞ ഇതേ കാര്യത്തെ നമുക്ക് മെട്രിക് വെച്ചുകൊണ്ടും പറയാം. ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പേര് മോഡിനെ മാറ്റി ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുമ്പോൾ മൈനസ് എന്ന് കൊടുക്കുന്നതിന് പകരം ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ 1, അതുപോലെ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ 2, അതുപോലെ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് L1, എഫ് ഓഫ് എക്സ് മൈനസ് ഇല്ല, എഫ് ഓഫ് എക്സ് വിത്ത് L1 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇതേ കാര്യം L2 വരുന്നു. അപ്പോൾ അതും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക.